സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് കോടതിയിൽ തന്റെ ഭരണഘടനാ അധികാരമുള്ള പരമാധികാരമുള്ള കസേരയിലിരിക്കുന്നു. 71 വയസ്സുള്ള വക്കീലായ രാകേഷ് കിഷോർ എന്ന അഭിഭാഷകൻ സനാതന ധർമ്മത്തോടുള്ള അനാദരവ് ഇന്ത്യ ഒരിക്കലും സഹിക്കില്ല എന്നൊരു അട്ടഹാസം ഒഴുക്കുന്നു. തുടർന്ന് കാലിലുള്ള ഷൂ ഊരിയിട്ട് ചീഫ് ജസ്റ്റിസിനെ എറിയുന്നു. ഷൂ ആണല്ലോ ഇവന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ആയുധം. ഷൂ നക്കും, ഷൂ എറിയും, ഷൂ പോളിഷ് ചെയ്യും, പിന്നെ ഈ ഷൂ ഊരിയിട്ട് ചാണകത്തിൽ ചവിട്ടുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കലാപരിപാടികൾ. ഷൂ ഇവന്മാരുടെ ഒരു വലിയ വീക്ക്നെസ് ആണ്. ഇഷ്ടപ്പെട്ടാൽ നക്കിക്കൊല്ലും, എന്ത് ഷൂ തന്നെ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എറിയും, എന്ത് ഷൂ. എന്നാലും എവിടെ എത്തി നമ്മുടെ രാജ്യം എന്ന് നോക്കൂ. ചീഫ് ജസ്റ്റിസിനെ ഷൂ എറിയുന്ന ഈ തരം സനാതന ധർമ്മക്കാർ നമ്മളെയൊക്കെ എന്ത് തന്നെ ചെയ്യാൻ മടിക്കില്ല എന്ന് ആലോചിച്ച് നോക്കൂ. സനാതന ധർമ്മത്തോടുള്ള അനാദരവ് ഇന്ത്യ അനുവദിക്കില്ല എന്നൊക്കെയുള്ള അലർച്ച കേൾക്കുമ്പോൾ ചിലരെങ്കിലും കരുതും ചീഫ് ജസ്റ്റിസ് അന്ന് കോടതിയിൽ സനാതന ധർമ്മത്തെ അപമാനിക്കുന്ന എന്തോ ചെയ്തിട്ടുണ്ടാകുമെന്ന്. ഇല്ല, മിത്രത്തെ പ്രകോപിപ്പിച്ചത് കഴിഞ്ഞ കുറെ നാളുകളായി ചീഫ് ജസ്റ്റിസ് BR ഗവായ് അദ്ദേഹത്തിന്റെ ചുമതല ഭംഗിയായി നിറവേറ്റുന്നു എന്നതാണ്. അദ്ദേഹം ജസ്റ്റിസ് DY ചന്ദ്രചൂഡിനെ പോലെ സംഖ്യകൾക്ക് വഴങ്ങാത്തതാണ് പ്രകോപനം. ജസ്റ്റിസ് ലോയെ കൊന്നത് ആരാണ്? ആ കൊലയാളികളെ അല്ലെങ്കിൽ കൊലയാളിയെ ഇതുവരെ പിടിക്കാത്തത് കൊണ്ടല്ലേ അടുത്ത ചീഫ് ജസ്റ്റിസിന് ഇപ്പോൾ ഷൂർ കിട്ടിയത്. ശരിക്ക് ഇവിടെ എന്തും ചെയ്യാം, ഒന്നും പേടിക്കാനില്ല എന്ന് ഷൂ ആരാധകർക്ക് മനസ്സിലായി തുടങ്ങി. പ്രകോപനം നമ്പർ 1, സെപ്റ്റംബർ 16, 2025. ചീഫ് ജസ്റ്റിസ് BR ഗവായ് മധ്യപ്രദേശിലെ യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ ഖജുരാഹോ ക്ഷേത്ര സമുച്ചയത്തിൽ 7 അടി ഉയരമുള്ള ഒരു വിഷ്ണു പ്രതിമ പുനർനിർമ്മിച്ച് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഒരു പൊതു താല്പര്യ ഹർജി പരിഗണിക്കുന്നു. ഓരോ കാര്യവുമില്ലാത്ത ഹർജിയാണെന്ന് കണ്ട് തള്ളിക്കളയുന്നു. ആ അവസരത്തിൽ അദ്ദേഹം ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള കേസാണ്, നിങ്ങൾ വലിയ വിഷ്ണു ഭക്തനൊക്കെ അല്ലേ, അപ്പൊ പിന്നെ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കൂ, അദ്ദേഹത്തോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയൂ എന്നൊരു സ്റ്റേറ്റ്മെന്റ് വാദത്തിനിടെയൊക്കെ പറഞ്ഞു പോയത് വലിയ വിവാദമാകുന്നു. പല സനാതന ധർമ്മക്കാർക്കും അന്നേ ഷൂ എറിയാൻ തോന്നിയിരുന്നു. പിറ്റേ ദിവസം ചീഫ് ജസ്റ്റിസ് തന്നെ ഇതേക്കുറിച്ച് സംസാരിച്ചു. ഞാൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു, നിങ്ങൾക്ക് വിഷമമായെങ്കിൽ സോറി എന്ന്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായതിനാൽ ഞാൻ അത്തരത്തിൽ പറഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞു. സത്യത്തിൽ ചീഫ് ജസ്റ്റിസിനെതിരെ നടക്കുന്ന ഈ അതിക്രമങ്ങൾക്ക് മറ്റൊരു മാനം കൂടിയുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ പിതാവ് വളരെ പ്രമുഖനായ ഒരു അംബേദ്കറൈറ്റ് ആയിരുന്നു. 1956 അംബേദ്കറിനൊപ്പം നാഗ്പൂരിൽ നടന്ന വലിയ മത പരിവർത്തന പരിപാടിയിൽ പങ്കെടുത്ത് ബുദ്ധമതം സ്വീകരിച്ചവരിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനാൽ ഈ ഷൂ എറിയലിന് സനാതന ധർമ്മത്തെ അപമാനിച്ചു എന്നതിനേക്കാൾ അപ്പുറം വലിയ വലിയ മാനങ്ങളുണ്ട്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ലഡാക്കിൽ ബുദ്ധമതക്കാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, സോനം വാങ്ചുക്ക് ബുദ്ധിസ്റ്റ് ആണ്, ഇത് ഇന്ത്യയിൽ ബുദ്ധിസ്റ്റുകൾക്കെതിരെ നടക്കുന്ന ആക്രമണമായി കൂടി കണക്കാക്കേണ്ടതുണ്ട്. പ്രകോപനം നമ്പർ 2, ഒക്ടോബർ 3, 2025. ഉത്തർപ്രദേശിലെ ബുൾഡോസർ രാജ് തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കിയതിൽ താൻ അതീവ സംതൃപ്തനാണെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ് പറയുന്നു. കൃത്യമായ നടപടിക്രമങ്ങളില്ലാതെ വീടുകൾ പൊളിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണെന്നും ഇന്ത്യയിൽ ബുൾഡോസർ നീതിയല്ല നിയമവാഴ്ചയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രകോപനം ഉണ്ടാകാൻ ഇതൊക്കെ പോരെ മിത്രങ്ങൾക്ക്. രാജ്യം ഭരിക്കുന്ന ബുൾഡോസർ ആണെന്ന് കരുതി ജീവിക്കുന്ന കൂട്ടരാണ്. അവര് കണ്ടു ശീലിച്ചത് രഞ്ജൻ ഗൊഗോയിയെയും DY ചന്ദ്രചൂഡിനെയും അതുപോലെയുള്ള ചില മനുഷ്യരെയൊക്കെയാണ്. അപ്പൊ അവർക്കിടയിൽ നീതിയെക്കുറിച്ച്, പാവങ്ങളെക്കുറിച്ച്, ബുൾഡോസറിനെ കുറിച്ചൊക്കെ ഒരു ചീഫ് ജസ്റ്റിസ് സംസാരിക്കുന്നത് ഷൂറിയന്റെ കുറ്റം തന്നെയാണ്. പ്രകോപനം ഇവിടെ തീരുന്നില്ല കേട്ടോ. പ്രകോപനം നമ്പർ 3, ജൂൺ 4, 2025. വിരമിച്ച ശേഷം ജഡ്ജിമാർ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കുന്നത് വിധിന്യായങ്ങൾ സ്വാധീനിക്കപ്പെട്ടുവെന്ന തോന്നലുളവാക്കും. പൊതുസമൂഹം ഇക്കാര്യം ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയും സ്വാതന്ത്ര്യവും സംബന്ധിച്ച ആശയമുയരും. ഇത് ആശയ വൈരുദ്ധ്യത്തിന് ഇടയാക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. അയ്യേ, ഇത് കേട്ട രഞ്ജൻ ഗൊഗോയി ഒക്കെ ചാണകം ചവിട്ടിയ പോലെ അളിഞ്ഞു പോയി. ഏതെങ്കിലും സ്ഥാനം സ്വീകരിച്ചാലോ എന്ന് ഓർത്ത് ചിന്തിച്ച് ഇങ്ങനെ നിന്നിരുന്ന DY ചന്ദ്രചൂഡിന്റെ മനസ്താപുണ്ടായി. ചീഫ് ജസ്റ്റിസ് ഇത് പറഞ്ഞത് ഇന്ത്യയിലല്ല, ലോകം മുഴുവൻ കേൾക്കുകയാണ്. UK-യിൽ പോയി ബ്രിട്ടീഷ് സുപ്രീം കോടതിയിലെ പ്രസംഗത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞത്. അന്നേ ഷൂ എറിയാൻ വേണ്ടി മിത്രങ്ങളുടെ കൈ ധരിച്ചിരുന്നു. ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ എന്ന് അന്നേ ചിന്തിച്ചു. മനുഷ്യരെ കൊണ്ട്, പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് റിക്ഷ വലിപ്പിക്കുന്നത് മനുഷ്യത്വരഹിതമാണെന്ന്. ഭരണ സംവിധാനം അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഭരണഘടനാ കോടതികൾക്ക് നോക്കി നിൽക്കാൻ കഴിയില്ലെന്ന് ബീഹാർ SIR-ൽ ഇങ്ങനെയൊക്കെ സുപ്രീം കോടതിയുടെ ഇടപെടൽ പലതവണയുണ്ടായി. പ്രകോപനം നമ്പർ 1002, ഒക്ടോബർ 5, 2025. ചീഫ് ജസ്റ്റിസിന്റെ അമ്മയെ വേഷം കെട്ടിച്ച് ഒക്ടോബർ 5-ന് മഹാരാഷ്ട്രയിലെ അമരാവതിയിൽ വിജയദശമി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു RSS പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമം നടക്കുന്നു.
എന്നാൽ കമൽ തായ് ഗവായ് പരിപാടിയിൽ പങ്കെടുത്തില്ല. അങ്ങനെ ആകെ മൊത്തത്തില് ചീഫ് ജസ്റ്റിസിനെ കാണുമ്പോൾ സനാതന ധർമ്മത്തെ അപമാനിക്കുന്നേ എന്നൊരു നിലവിളി മിത്രങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഉയരാൻ തുടങ്ങി. അതിന് ദൈവത്തോട് പോയി പറയൂ എന്ന ചീഫ് ജസ്റ്റിസിന്റെ പരാമർശം കാരണമായി എന്നാണ് ഷൂ എറുകാരുടെ നിലവിളി. എന്നാൽ ചീഫ് ജസ്റ്റിസ് തന്നെ വളരെ വ്യക്തമായി ഒരു മതത്തെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ത്യയുടെ മതനിരപേക്ഷതയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാ മതങ്ങളോടും എനിക്ക് ആഴത്തിൽ ബഹുമാനമുണ്ട്. എന്റെ പ്രസ്താവന ആരുടെയെങ്കിലും വികാരങ്ങളെ വ്രണപ്പെടുത്തിയെങ്കിൽ അതിൽ ഞാൻ ഖേദിക്കുന്നുവെന്ന് പറഞ്ഞിട്ടും ഷൂ സേനക്കാർക്ക് തൃപ്തിയായില്ല. അവര് ഷൂ ഉരിയെറിഞ്ഞു. ഇത് ചീഫ് ജസ്റ്റിസിന് നേരെയുള്ള ഒരു ഷൂ എറിയൽ ആയിട്ടല്ല കാണേണ്ടത്. ജുഡീഷ്യറിയെ അപമാനിച്ചു, ഭരണഘടനയെ അപമാനിച്ചു, അംബേദ്കറിനെ അപമാനിച്ചു. ആ വക്കീലിന്റെ കയ്യിൽ തോക്കുണ്ടായിരുന്നില്ല, ഗാന്ധിജിയെ പോലെ. അയാൾ വെടിവെക്കുമായിരുന്നില്ലേ ചീഫ് ജസ്റ്റിസിന്? അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര. ഇപ്പോഴും എക്സിൽ ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള സൈബർ ആക്രമണം തുടരുകയാണ്. ദളിത് വിഭാഗത്തിൽ നിന്ന് ചീഫ് ജസ്റ്റിസ് ആയ രണ്ടാമത്തെയാൾ, ബുദ്ധിസ്റ്റ് ആയ ആദ്യത്തെയാൾ, അങ്ങനെ ഒരാൾക്കെതിരായാണ് ഈ ആക്രമണങ്ങൾ എന്നതാണ് ഇന്ത്യ ശരിക്കും ചർച്ച ചെയ്യേണ്ടത്. ചീഫ് ജസ്റ്റിസിന് കിട്ടാത്ത നീതിയൊന്നും ഇവിടെ ഒരു സാധാരണക്കാരനും നമുക്ക് ആർക്കും കിട്ടില്ല. ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തി കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള ശ്രമമാണിത്. ആദ്യമായിട്ട് സംഘികൾ നടത്തിയ ഒരു അതിക്രമത്തെ പ്രധാനമന്ത്രി തള്ളി പറഞ്ഞിട്ടുണ്ട്. വളയ്ക്കാനല്ലടാ ഞാൻ പറഞ്ഞുള്ളൂ, ഒടിക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന ലൈനിൽ ഒരു തള്ളിപ്പറച്ചിൽ, അല്ലെങ്കിൽ ഓവറാക്കി ചളമാക്കല്ലേടാ അപ്പുക്കുട്ടന്മാരെ എന്ന ലൈനിൽ മോദി ചീഫ് ജസ്റ്റിസിന് പിന്തുണ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. ചീഫ് ജസ്റ്റിസ് ആണെങ്കിൽ ഷൂ എറിഞ്ഞ ആൾക്ക് വിശാലഹൃദയനായ ചീഫ് ജസ്റ്റിസ് മാപ്പ് കൊടുത്തു. ഷൂ എറിന് ശേഷവും കോടതി നടപടികൾ തുടർന്നു. അപ്പൊ ഷൂ എറുകളൊക്കെ ഇനിയും തുടരുമായിരിക്കും. കാരണം ഇവിടെ ആർക്കെതിരെയും ഒരു നടപടി ഉണ്ടാകുന്നില്ല. ജസ്റ്റിസ് ലോയയുടെ ആത്മാവിന് നീതി പോലും കിട്ടിയിട്ടില്ല. പിന്നെയാണോ അപ്പൊ ഒരു ഷൂവിന് ശിക്ഷ കിട്ടുന്നത്? മോഡിഫൈഡ് ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ്.